പിന്നെ ഇവര് മാത്രം എഴുതാൻ പറ്റില്ല, നമ്മൾ മാറി ഇരിക്കാമല്ലോ അല്ലേ? നമുക്ക് അത് തന്നെ അല്ലേ? ഒരു ക്വസ്റ്റ്യന് രണ്ടുപേരും ആൻസർ എഴുതുക. ആൻസർ എഴുതുക. എന്നിട്ട് നിങ്ങൾ അപ്പുറത്തോട്ട് അല്ല ഈ പോയിന്റ് എല്ലാം കൂടെ പോയിന്റിലൂടെ താഴെ കൊടുക്കും ബില്ല് ചെയ്യാൻ. ആദ്യമായി കണ്ടപ്പോ 5 കളർ ഇവിടെ കണ്ടപ്പോഴോ ഓർമ്മയില്ലെങ്കിലും എന്ത് പ്രണയം അതിലെനിക്ക് ഓർമ്മയില്ല. അല്ല ഒരു പറഞ്ഞുകൊണ്ട് എഴുതണ്ട, പറയണ്ട. അല്ലല്ല നമ്പർ അഞ്ച് ദിവസത്തിന് എന്തോ പരിപാടി ഉണ്ടോ? എഴുതിയാൽ മാത്രം മതി, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു എഴുതിയാൽ മാത്രം മതി, പറയേണ്ട ആവശ്യം. അപ്പൊ എന്തായാലും തെറ്റി. ഇവിടെ സ്കൈ ബ്ലൂ പോയി. അല്ല ഞാൻ അവിടെ അല്ലേ? പിന്നെ അനുപേട്ടിന് ഇട്ട ഷർട്ടിന്റെ കളർ അല്ലേ? അതൊക്കെ എനിക്കറിയണ്ടേ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അനുപേട്ടൻ നിന്നെ കാണാൻ വന്നപ്പോ ആദ്യമായിട്ട് ഷർട്ടിന്റെ കളർ, അതിനർത്ഥം എന്തോ? അനുപേട്ടൻ ഷർട്ടിന്റെ കളർ മനസ്സിലായില്ലേ? ആ അതാ ക്വസ്റ്റ്യൻ. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യമായിട്ട് കണ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഞങ്ങളെ കണ്ടത് അന്ന്. മനസ്സിലായി. ഏട്ടന് ടിക്കായത് ഞാൻ ഇട്ടുന്ന ഡ്രസ്സിന്റെ കളർ അങ്ങനെയാണ്. എനിക്കൊരു പഴയൊരു ബ്ലൂ ഓർമ്മയുണ്ടാവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഓരോ തെറ്റിനും ഓരോ അടി. അങ്ങനെ എന്തോരം അടിക്കണ്ടേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ. മറ്റേ വെട്ടിക്കുവാണ് ആദ്യമായി കണ്ടുപിടിയ സ്ഥലം. നീ അനുവായിട്ട് പഴയ കാമുകയോ അവള് പഴയ കാമുക അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, അതിപ്പോ ഓർത്തോളാം. അല്ല വിനിതയെ കണ്ടുപിടിക്കും. അതെ, നോട്ട് പോയിന്റ്. ഓക്കെ, നീ പറയരുത് നീ പഴയ കാമുകയാണ്. ഇവിടെ അടിക്കണ്ടായിരുന്നു. തെറ്റ് ഉത്തരം ആരെഴുതിയാലും അടിക്കുക. നീ ഒരു കോളേജല്ലേ പഠിച്ചപ്പോ സിംഗർ പാട്ട് പാടുന്നതാണ്. പാട്ട് പാടുന്ന സിംഗർ മീൻസ്
ആരാവും? ആണാവും പെണ്ണാവും? ആരും ആവും, ആരും ആവും. മ്യൂസിക് ഡയറക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതൊക്കെ അറിയാം. എനിക്ക് തന്നെ അങ്ങനെ ഒരു അതെ. ആരെങ്കിലും അതെ, ഏതാണ് സിംഗർ ഏട്ടൻ അങ്ങനെ ഇല്ല. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒരാളുണ്ട്, പക്ഷേ സിംഗറായിട്ട് ഏട്ടൻ അങ്ങനെ എനിക്ക് അത് കൺവേർട്ട് ആയി മ്യൂസിക് ഡയറക്ടർ എഴുതിക്കും. മ്യൂസിക് ഡയറക്ടർ എഴുതട്ടെ. അനുവേട്ടനും എഴുതിക്കും. ഇറ്റത്ത് എഴുതിക്കുമ്പോ അതില് ഹലോ, ഒരു കാര്യം ചെയ്യും. ഇതിനിടയിൽ ഇവരെ മാറ്റിയിരുത്തേണ്ട ആവശ്യമുണ്ടോ? കാണിച്ച് ഇല്ല. അപ്പൊ അനുവേട്ടൻ പറഞ്ഞു വിദ്യാജി. വിദ്യാസാഗർ. ഓക്കെ നെക്സ്റ്റ് യെസ്. ഇല്ല, പോയിന്റ് ഇല്ലല്ലോ, എല്ലാം വെട്ടി പോവുകയാണല്ലോ. ഏത് നടിക്ക് എന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വെച്ചു. അപ്പൊ ചേട്ടന്റെ കൂടെ നടിയായിട്ട് വേണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു നടി. നായിക. ആ യാ അണിറോസല്ല. എഴുതെഴുത്. ഓപ്ഷൻ ആയിരുന്നു. ആ മിണ്ടരുത്. അയ്യോ. ഹലോ ഹലോ, അല്ല, 3-4 ഓപ്ഷൻസ്. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇത് ഞങ്ങളായിട്ടല്ല ഉണ്ടാക്കുന്നത്. നിങ്ങളെ ഭർത്താവിന്റെ മനസ്സിലുള്ള നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. ഇതൊക്കെ question ഇതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യം. അതെ. ഇല്ലല്ല, 4 ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന്ന് സെലക്ട് ചെയ്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ ഉള്ളിൽ ഇഷ്ടങ്ങൾ ആദ്യം കണ്ടറിയണം ഭാര്യ. ഞങ്ങള് പറയുന്നില്ലല്ലോ. അത് പറയണ്ടല്ലോ, അത് എനിക്കങ്ങനെ ഇഷ്ടമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, കണ്ടറിയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പോട്ടെയാണ്. കണ്ടറിയണം. അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്നു. നീ കൊണ്ടറിയും. അത് തന്നെ. എന്നാ പിന്നെ നയൻതാരയുടെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എന്താ പറയാ, ഒരിക്കലും ആദ്യം നയൻതാരയുടെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പറഞ്ഞേ. ആ ക്വസ്റ്റ്യൻ ഡിസ്ക്വാളിഫൈ. ഇങ്ങനെയാണ് ഇത് കൊള്ളത്തില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലേ ഇത് നടത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാ അടിപൊളി. അതെ. ഓപ്ഷൻസ് തരണം അല്ലെങ്കിൽ. അനു ചേട്ടൻ ചേച്ചിയോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്ത് കാര്യത്തിലാണ്? അത് എനിക്ക് അടി കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചേട്ടൻ ചേച്ചി ദേഷ്യപ്പെടാറുള്ളത് ഈ കാര്യം പറഞ്ഞിട്ടാണ്. ഏതാണ് ആ കാര്യം? അവളല്ല ചേട്ടൻ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത് ലാസ്റ്റ് മനസ്സിലാക്കി പറഞ്ഞു. ഓ, ഇത് പഠിച്ചിരുന്ന ഞാൻ 10ാം ക്ലാസ് ദിവസമായി. ഞാൻ എടുത്ത് എഴുതാം. ഞാൻ പെട്ടെന്ന് എഴുതി. കാരണം ഞാൻ അതിലേക്ക് ആകുന്നത്. ഏരിയ അല്ല, ഞാൻ ഒറ്റ മിനിറ്റേ. ഇതിപ്പോ രണ്ടുപേരും തെറ്റിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പഠിക്കും. ഞാൻ എഴുതി എടുത്തിയാട്ടാണ്. ഓവർ തിങ്കിങ് അടിച്ചു കേട്ടോ. അല്ലേ? ഏട്ടൻ എപ്പോഴും എന്നോട് പറയുന്നത് അതാ. ഇവിടെ പറഞ്ഞോളെ. അല്ല, ഇത് ഓവർതിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ആ ഓക്കെ ഓക്കെ. അപ്പൊ ഓവറായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അത് തന്നെയല്ല ഓവർതിങ്കിങ് എന്ന് പറയുമ്പോ എടുത്തു കാട്ടും തന്നെയല്ലേ. അതേടാ. അടിച്ചോ ഇന്നത്തെ ഏട്ടനെ പറഞ്ഞിട്ടേ ഉള്ളൂ. തീർന്നു നമുക്ക് എല്ലാത്തിനും അടിക്കാം. അത് കുറച്ച് മെൽറ്റ് ആയിക്കോളൂ. ഹലോ, ആ 2 ശിശുവും എടുത്ത്. ഇതിപ്പോ ഞാനാണ് എനിക്കാണ് അടിച്ചത്. അനുവിന് എത്ര ഷൂസ് ഉണ്ട്? അത് അല്ല, ഇത് തിരിച്ചടിക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് അത് അടിക്കാൻ പറ്റും. അതായത് ഷൂസ് ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിലൂടെ ഉള്ളതാണോ? ഹലോ, ഇവിടെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ടോട്ടൽ ഷൂസും അതിന്റെ സൈസും. ഞാൻ ടോട്ടൽ എന്നാ പിന്നെ ഇവിടെ ഉള്ളത് മാത്രം പറഞ്ഞു കേട്ടോ. ശിശു വേണോ? 3 അല്ലേ? ഹലോ, 42. അത് മാത്രം ശരിയാക്കിയിട്ടുള്ളൂ. അതേ നിങ്ങൾ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉത്തരം അറിയാൻ ഞങ്ങളുടെ ഒരു പാഠം. അടുത്ത ദിവസം ആ, പിന്നെ ആരെ സിനിമയിൽ അഭിനയിക്കുന്ന ആരാ? ഒന്നുമില്ല. അതിവിടെ പറഞ്ഞത് ഒന്നുമില്ല. ഓ, മലയാളി അല്ലല്ലോ. എത്ര മണി വരെ? എത്ര മണി തിരിച്ചു വരും? ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അങ്ങനെയാണോ? എന്തോ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യണമെന്നോ ചെയ്തു കൊടുത്ത ആഗ്രഹവും എനിക്കുള്ള ഒരാഗ്രഹം ഇനി നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാഗ്രഹം. അതൊക്കെ അവര് എന്തായാലും മൈൻഡിൽ വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ ആരെഴുതി ക്വസ്റ്റ്യൻ
അടിക്കുള്ളൊരു വകുപ്പാണ്. പിന്നെ ഓക്കെ പ്രഗ്നൻസി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചാട്ടെ ഇന്ന് ഞാൻ 10-നാണ് ഞാൻ ഏട്ടനെ വിഷ് ചെയ്തത്. ഏട്ടന്റെ ജനന ടൈം അതാണ്. എനിക്കറിയില്ല, ഞാൻ ചുമ്മാ എഴുതി വെക്കാം. രാവിലെ ചേച്ചി പറഞ്ഞില്ലേ? അതെല്ലാം പറഞ്ഞില്ല തിരിച്ചാ പറഞ്ഞു വേറൊരു കാര്യം അല്ല ഇതിനിടയിലേ വേറൊരു കാര്യം കേട്ടാ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ റിജക്ട് ആവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് എഴുതിയ ആൾക്ക് എതിരെ തിരിച്ചാണ് അല്ല ഇപ്പൊ എത്ര ശരിയാക്കി ശ്രദ്ധിക്കുന്നില്ല. അയ്യോ അത് ഞാൻ ഷോർട്ടാക്കി നാലെണ്ണം എന്നാ ചേട്ടനാ എഴുതിയത്? അല്ല ഞാൻ കാര്യം കിട്ടെ അല്ല ഞാൻ കാര്യം കിട്ടെ 650 നീ ഇത്തിരി അളിയപ്പ ജനന സമയം ഓർത്ത് വെച്ചേക്കാ. അളിയന്റെയാണ് 650, എന്റെ 750 ആയും. ഓക്കെ ഇനി പറക്കോ എന്തായാലും എഴുതിയില്ലേ അവർക്കും കിട്ടി. ഇനി എഴുതുന്നത് എഴുതി അവള് പറഞ്ഞു കിട്ടി. ഡിഗ്രിക്ക് പഠിക്കുമ്പോ അവള് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. നീതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരാളോ? ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറഞ്ഞത്, ഫ്രണ്ട്സ് അല്ല പറഞ്ഞത്. വേറെയല്ല. യെസ്. എഴുതിയോ? അതിനോട് പറ. ഇതിനാണ് കറണ്ട് വെയിറ്റ് സത്യാണോ മാറി മിണ്ടരുത് എഴുതിക്കും 70.50 ഇന്ന് രാവിലെ ചെക്ക് ചെയ്തത്. അതുകൊണ്ട് വേറെ അതെ അതെ ഈ ഇതാണ് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കണല്ലോ. നാട്ടിൽ പോയാ അത് മിച്ചർ നാട്ടിൽ പോയാ പോയോ? പോകാൻ ആഗ്രഹിക്കുന്ന അവള് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വിനിത. വർക്കല ബീച്ച് അല്ലേ? വർക്കല ബീച്ച്. നിങ്ങൾ വെക്കേഷൻ നാട്ടിൽ പോകാൻ ഇവിടെ വന്ന അവളോട് പറയുന്നത് ഞാൻ എപ്പോഴും ഞാൻ വന്നോണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. നീ പറ ചേട്ടൻ പറ നേരം പറ. നീ പറ. വേണ്ട ചേട്ടൻ പറയട്ടെ. നീ പറ. ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടോ? നാട്ടിലോ? ഹലോ നാട്ടിൽ പോയാൽ പോകാൻ അവൾ ആഗ്രഹിക്കും. ഞാൻ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇതാണ് ഞാൻ ഞാൻ അടിക്കാറ് ഈ സാധനം തരത്തിലിട്ടത് എനിക്കടിക്കുള്ളത്. സ്ഥിരം പറയുന്നത് ഞാൻ മൊബൈലിൽ കളിച്ച് ഞാൻ പോകുന്നില്ല. പോയി ഇരിക്കാൻ ആഗ്രഹം. അതല്ല നേരത്തെ ചോദിച്ചത് രണ്ടും ഒരുമിച്ച് ഒരേ ചോദ്യമല്ലേ? അതെ അത് പറ്റത്തില്ല. ചേച്ചി ശരിയില്ല. അത് ഞാനല്ല അടിച്ചത്. അത് ഞാനല്ല അടിച്ചത്. ഇത് നോക്കിയാ മതി കേട്ടാ, ഇത് നോക്കിയാ മതി. ഹലോ ഇങ്ങട് 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 ഇവിടെ എന്തെങ്കിലും ഒറ്റ വേണ്ടേ? എഴുതിയാ മാത്രം മതി എന്ന് പറഞ്ഞ പറയാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിലിട്ട് പറയാനായിട്ട് ഇവിടെ ആരും ശ്രമിക്കണ്ട. രണ്ടാമത്തെ ഇങ്ങനെ ഒരു പറയുന്നത് അതിന് വേണ്ട. അത് അവിടെ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഒരു 5 എണ്ണം ഞങ്ങൾ കൂടി ചോദിക്കും.
അല്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളല്ലേ എഴുതിയിരിക്കുന്നത്. ടോപ്പും ടീഷർട്ടും വേറെ അല്ലേ? അല്ല, ഇത് നേരത്തെ പറഞ്ഞത് പ്രിപ്പയർ ചെയ്തിട്ട് വരാമായിരുന്നു, പക്ഷെ ഇതിപ്പോ പറ്റില്ല. എനിക്കറിയത്തില്ല. അങ്ങനെ ഇത് അവിടെ നിന്ന് ബർത്ത്ഡേ ട്രീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സർപ്രൈസ് ആയിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? എന്ത് പ്രതീക്ഷിച്ചു? ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ്? ഒരു ജാക്ക് ഡാനിയല് 4 ഗ്ലാസ് അല്ലേ? ഞാൻ അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. ജാക്ക് ഡാനിയലോ? ചെറുതൊന്നും വലിയ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടിരിക്കുന്നു. വേണമെങ്കിൽ മേടിച്ചല്ലേ, ഞാൻ മേടിക്കും കേട്ടോ. വേണമെങ്കിൽ മേടിച്ചോ, അല്ലേന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കും കേട്ടോ. അതെന്താ വെച്ചാൽ ഒരുപാട് ഷർട്ടല്ലേ ഉള്ളു, അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വാങ്ങിച്ചു. സൈസ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എടുത്തു നിങ്ങള്?